മനുഷ്യന് മണത്തിട്ട് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാ. അയലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവമുണ്ടോ മനുഷ്യന്? ഇങ്ങനെയൊന്നും അയലൊക്കെക്കാരെ ദ്രോഹിക്കല്ലേ. അത് ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് മണം ഇങ്ങോട്ട് വിടുകയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അയലൊക്കെക്കാർക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത് മണം ഇങ്ങോട്ട് വിടരുത്. അതാ പറഞ്ഞപ്പോ വീണ്ടും മണം കൂടി. അതിൽ തേങ്ങാക്കൊത്തിട്ട് അത് തന്നെ എന്നെ അടങ്ങിൽ ഇടായിരുന്നേ കുറച്ച് മണം കുറഞ്ഞേനെ. സുന്ദരിയെ ചെമ്പകമലരേ, സുന്ദരനെ ചെങ്കതിരഴകേ, സുന്ദരിയെ ചെമ്പകമലരേ, സുന്ദരനെ ചെങ്കതിരഴകേ, ചുടിയിൽ പുഞ്ചിരി വിരിയും പഞ്ചമി ഞാൻ കണ്ടേ, പഞ്ചമിയിൽ പുഞ്ചിരി കവരാൻ വന്നതു ഞാൻ കണ്ടേ. സുന്ദരിയെ ചെമ്പകമലരേ, സുന്ദരനെ ചെങ്കതിരഴകേ. അങ്ങകലെ കേരള മണ്ണിൽ ചിന്നനില ഉള്ളൊരു നാളിൽ അത്തമിടാൻ ഓടി നടക്കണ പെൺമണിയാകണ്ടേ, ചിത്തിരയിൽ ചെപ്പു തുറക്കും വെൺമലരിന് ചുംബനമണിയാൻ ചന്ദനവും തൂകി വരുന്നൊരു ചന്ദ്രനാകണ്ടേ. തൂവാഴക്കിളിമൊഴിയേ, മലയാളത്തേൻ കനിയേ, തൂവാഴക്കിളിമൊഴിയേ, മലയാളത്തേൻ കനിയേ. കൈലാസം കണ്ണു തുറന്നു വരുന്നത് കാണണ്ടേ, പുതു പൊങ്കൽ കൂടണ്ടേ. സുന്ദരിയെ ചെമ്പകമലരേ, സുന്ദരനെ ചെങ്കതിരഴകേ. ഇച്ചിരി കുരുമുളക് പൊടി കൂടാ. അത് തന്നെ. ഇത്രയും ആഹാ കലക്കില്. നോക്കട്ടെ നോക്കട്ടെ. ഇതിന്റെ കൂട്ടി എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റി. കൂട്ടറിഞ്ഞിട്ട് എന്ത് കാര്യം? കറി നന്നാവണമെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ കൃത്യമായിട്ടിടണം. ഇവൾക്ക് ഇതൊക്കെ ഭരണിന്ന് വലിച്ച കയ്യിലേക്ക് പോരണ്ടേ അമ്മച്ചി? ലോക പിശിക്കല്ലേ. അയ്യോ, എനിക്കിതൊന്നും കഴിക്കാൻ മേല, കൊളസ്ട്രോളാ. ഇത്തിരി ബീഫ് കഴിച്ചോണൊന്നും മൂപ്പര് വിളിക്കില്ല എന്റെ അമ്മച്ചി. നമ്മള് നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോളൊക്കെ അടിച്ച് സന്തോഷായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം.